ഹലോ. അപ്പോൾ നമ്മുടെ കലൂർ ബോംബെ സർക്കസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞാൻ, എൻ്റെ അമ്മി, പിന്നെ എൻ്റെ ബ്രദർ ഞങ്ങൾ സർക്കസ് കാണാൻ വന്നിരിക്കുകയാണ്. ഇത് പോത്തീസിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ചെറുപ്പത്തിൽ സർക്കസ് കണ്ടത് എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം ഇതാണ് പോത്തീസിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ബ്രദർ എന്നോട് പറയുന്നത്, എടീ സർക്കസിന് ആനിമൽസ് ഒന്നും ഉണ്ടാവില്ല, കാരണം അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, ആനിമൽസിനെ വെച്ച് ചെയ്യരുതെന്നൊക്കെ. അപ്പം തന്നെ എൻ്റെ മനസ്സ് ഇതായിപ്പോയി. കാരണം മൃഗങ്ങളെയൊക്കെ ആനിമൽസിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു അന്നൊക്കെ സർക്കസിൽ. അപ്പോൾ അതില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് ഇതായിപ്പോയി. അപ്പോൾ സർക്കസ് 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ 7 മണിയുടെ ഷോയിനാണ് വന്നത്. അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റിന് 300 രൂപ. 3 കാറ്റഗറി ഓഫ് ടിക്കറ്റ് ഉണ്ട്, 150, 500, 300. ഞങ്ങൾ 300ൻ്റെ ആണ് എടുത്തത്. ഇതൊക്കെ നമ്മൾ പണ്ട് തൊട്ട് സർക്കസിൽ കാണുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ നല്ല ക്യൂരിയോസിറ്റിയോടെ കാത്തിരിക്കുകയാണ്. നല്ല കൊതുകടിയൊക്കെ ഉണ്ടായിരുന്നേ, ഭയങ്കര കൊതുകടിയായിരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് പല ഓർമ്മകളും ഇങ്ങനെ വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സിനിമയിലെ ജോക്കർ, ആ സിനിമയെ കുറിച്ച് ഞാൻ ഓർത്തു. പിന്നെ ഇവരുടെ ഒരു കഷ്ടപ്പാട്, ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സർക്കസ് ഇതൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ഇതൊക്കെ ചെയ്യുന്നതിനാണ് നല്ല പൈസ ചിലവുണ്ട്. ഈ ഷോയ്ക്കൊക്കെ വളരെ ആൾക്കാരും കുറവായിരുന്നു. അപ്പോൾ ഇവർക്കിത് മുതലാവുമോ അങ്ങനെയൊക്കെ ഇവരുടെ ജീവിതത്തിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ച് പോകും. എല്ലാവരും ആലോചിക്കുമെന്ന് അറിയില്ല, ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇവർക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ, കിട്ടിയാൽ തന്നെ എന്തെങ്കിലും തികയോ? കാരണം ഒരുപാട് പേരുടെ ഒരു ഇതാണല്ലോ സർക്കസ് എന്ന് പറയുമ്പോൾ, ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ട് ഇതിൽ. അപ്പോൾ അതിനും മാത്രമുള്ളത് ഇവർക്ക് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പം അങ്ങനെ ഞാൻ കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സർക്കസ് ഇഷ്ടമായില്ലായിരുന്നു. എനിക്ക് പകുതി വെച്ചിട്ട് പോകാനൊക്കെ തോന്നിയായിരുന്നു. പിന്നെ ഇത്രയും രൂപയൊക്കെ കൊടുത്ത് കയറുമ്പോഴത്തേക്ക് എന്തായാലും മോശമൊന്നുമല്ല, പോകുന്നത് ഇത്തിരി ഇതല്ലേ. അപ്പോൾ ഇരുന്ന് കണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് കുഴപ്പമില്ല, ഇഷ്ടമായി. പിന്നെ ബ്രദറിനും ഇഷ്ടമായി, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ. പിന്നെ ബ്രദർ പറഞ്ഞത് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് നോക്കണ്ട, കാരണം ഇനി വരുന്ന കാലങ്ങളിൽ ഇതൊന്നും കാണാൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതും കൂടി ഓർത്തിട്ടാണ് ഞാൻ പോയത് തന്നെ. സത്യമാണ് പറയുന്നത്, ഇനി വരുന്ന കാലങ്ങളിൽ ഇതൊന്നും ഉണ്ടാവില്ല. കാരണം ഒരുപാട് സർക്കസ് കമ്പനികൾ അടച്ചുപൂട്ടിപ്പോയി, നഷ്ടത്തിലായിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഫുള്ള് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ.